ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് കൂടി ചേരുകയാണ്. സിബി, പാർലമെൻറ്റ് 2 മണി വരെ നിർത്തിവെച്ചു, അതിനുശേഷം ഇപ്പോൾ തുടങ്ങുന്നു. പ്രതിഷേധം കനക്കുകയാണ്. പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ മറവിൽ ബില്ലുകൾ പാസ്സാക്കി തടിയൂരാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്നതാണ് ഇതിൽ അടിവരയിടേണ്ട ഒരു വലിയ അപഹാസ്യമായ വൈരുദ്ധ്യം. എന്തൊക്കെയാണ് ഇന്ന് നിയമനിർമ്മാണ സഭകളിൽ നടന്നത്? അജിംഷാദ്, എന്തായാലും ഈ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനിയിപ്പോൾ 2 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം ചർച്ച നടന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഈ SIR വിഷയത്തിലും വോട്ട് ചോരി വിഷയത്തിലും പൂർണ്ണമായും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോഴും അജിംഷാദ് പറഞ്ഞ പോലെ തന്നെ പല സുപ്രധാനമായ ബില്ലുകളും ഇതിൽ പ്രതിപക്ഷത്തിന്റെ അഭാവത്താലോ അതല്ലെങ്കിൽ വലിയ ചർച്ച കൂടാതെ പാസ്സാക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഈ തവണയും ഉണ്ടാകും ചെയ്തു. എന്തായാലും ഇന്നും പാർലമെന്റ് രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ പാർലമെന്റ് കവാടത്തിൽ ഈ SIR വിഷയവും വോട്ട് ചോരി വിഷയവും ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഒന്നാകെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. പിന്നീടാണ് പാർലമെന്റ് ഉള്ളിൽ പ്രവേശിച്ചത്. അവിടെയും ഇരു സഭകളിലും ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് രാജ്യസഭയിലും ലോക്സഭയിലും MP-മാർ നൽകി. പക്ഷേ സഭാധ്യക്ഷന്മാർ ഇന്നും പതിവ് പോലെ അതിൽ അനുമതി നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ഇരു സഭകളിലും പ്രതിപക്ഷം നടത്തത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടെല്ലാം നിലയും വലിയ രീതിയിൽ പ്രതിഷേധമാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് 12 മണി വരെ ആദ്യം സഭകൾ നിർത്തിവെച്ചു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചു. ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ച ശേഷം വീണ്ടും തുറന്നപ്പോഴും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധം ആവർത്തിച്ചു. പിന്നീട് ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ 4 മണി വരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ രാജ്യസഭയിൽ ഉച്ചയ്ക്ക് ശേഷം ഈ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായെങ്കിലും ഇപ്പോൾ മറ്റൊരു ബില്ല്, അതായത് മൈൻസ് ആൻഡ് മിനറൽസ് ബിൽ ഭേദഗതി ഇപ്പോൾ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം വലിയ പ്രതിഷേധം തീർക്കുകയും പ്രത്യേകിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഇത് സംസ്ഥാനത്തിന്റെ അധികാരം കവരുന്ന ഒരു ഭേദഗതിയാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഭരണ പ്രതിപക്ഷ വാക്പോരാണ് പിന്നീട് ഈ രാജ്യസഭ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ ഇപ്പോഴും ആ ഒരു ബില്ലിമേൽ ഭേദഗതിമേൽ ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പല സുപ്രധാന ബില്ലുകളും കൃത്യമായ ഒരു ചർച്ച കൂടാതെ രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി എടുക്കുന്ന ഒരു സമീപനം ഇത്തവണയും ആവർത്തിച്ചു. ദയവായി തുടരൂ.